എന്താണ് വിശുദ്ധ കുർബാന? ആര് സ്ഥാപിച്ചു? ആര് പഠിപ്പിച്ചു? കഥയറിയാതെ ഇന്നയോളം ആരോ പറഞ്ഞ കള്ളക്കഥകൾ വിശ്വസിച്ച് അനുഷ്ഠിച്ചു. അത് മാറ്റേണ്ട സമയമായി. വസ്ത്രധാരണം കണ്ടാൽ കപ്പൂച്ചൻ സന്യാസി സഭയിലെ ഒരു വൈദികനെന്ന് തോന്നുന്ന ഫാദർ ഡോക്ടർ മനോജ് KG എന്ന വ്യക്തി ഫേസ്ബുക്കിൽ എഴുതിയ ഒരു കമൻ്റാണിത്. നിരീശ്വരവാദികളും സഭാവിരുദ്ധരും ആ പോസ്റ്റിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് വ്യാപകമായി പ്രചരിപ്പിക്കുകയാണ്. അതിനാലാണ് ഈ വിശുദ്ധീകരണം. ഒന്നാമതായി, വിശുദ്ധ കുർബാനയെക്കുറിച്ച് ആധികാരികമായി പറയാൻ അദ്ദേഹം ഒരു കത്തോലിക്ക വൈദികൻ പോലും അല്ല. വൈദികർക്ക് വിവാഹം അനുവദനീയമായ അപ്പസ്തോലികമല്ലാത്ത ഒരു സഭാവിവാഹത്തിലെ വൈദികനാണ് ഫാദർ ഡോക്ടർ മനോജ്. അതിനാൽ തന്നെ വിശുദ്ധ കുർബാന എന്താണെന്നോ അതിൻ്റെ മഹത്വം എന്താണെന്നോ അദ്ദേഹത്തിന് അറിയില്ല. കാരണം അദ്ദേഹം ഉൾപ്പെട്ടിരിക്കുന്ന സഭയിൽ കുർബാന ഒരു കൂദാശയല്ല, മറിച്ച് ഒരു ഓർമ്മയാചരണം മാത്രമാണ്. എല്ലാവർക്കും എല്ലാ കാര്യവും അറിയണമെന്നില്ല. അല്ലെങ്കിൽ തന്നെ എല്ലാ കാര്യങ്ങളും ദൈവത്തിനൊഴികെ മറ്റാർക്കാണ് അറിയുക? പക്ഷേ തനിക്ക് അറിവില്ലാത്ത വിശുദ്ധ കുർബാന എന്ന കാര്യത്തെക്കുറിച്ച് ഫാദർ മനോജിനെ പോലെയുള്ള സമൂഹം വളരെ ആദരിക്കുന്ന ഒരാൾ അവഹേളിക്കും വിധം കമൻ്റ് ഇട്ടതുകൊണ്ടാണ് അതും ഉയർത്തിപ്പിടിച്ച് വിശുദ്ധ കുർബാനയെ ഒരു വൈദികൻ തന്നെ തള്ളിപ്പറഞ്ഞു എന്ന വിധത്തിൽ നിരീശ്വരവാദികളും സഭയുടെ ശത്രുക്കളും പ്രചരിപ്പിക്കുന്നത്. വിശുദ്ധ കുർബാനയെ ഇങ്ങനെ അവഹേളിച്ച കമൻ്റിട്ട വൈദികനോ അത് പൊക്കിപ്പിടിച്ച് നടക്കുന്ന നിരീശ്വരവാദികളോ സഭാവിരുദ്ധരോ ഈ വിഷയത്തിൽ കത്തോലിക്ക സഭാ സമൂഹത്തിൽ നിന്ന് ഒരു മറുപടി പോലും അർഹിക്കുന്നില്ല. ഇത്രയും പറഞ്ഞത് തന്നെ സഭാവിശ്വാസികളിൽ ആ ഫേസ്ബുക്ക് പോസ്റ്റ് സൃഷ്ടിച്ച തെറ്റിദ്ധാരണകൾ മാറ്റാൻ വേണ്ടി മാത്രമാണ്.